നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത വേളയിൽ അദ്ദേഹം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു പ്രത്യേക ദൗത്യവുമായി മക്കയിൽ നിർത്തിയൊരു ചരിത്ര സംഭവം വലിയ പാഠം ഉൾക്കൊള്ളുന്നൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന കുട്ടിയായിരുന്നു അലി ഇബ്നു അബി താലിബ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ചെറിയ പ്രായമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന വേളയിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ എന്തു തന്നെ വന്നാലും കൂടെ കൊണ്ടുപോകേണ്ടതാണ്. പക്ഷേ എന്നിട്ടും ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി അദ്ദേഹത്തെ മക്കയിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ നിയോഗിക്കുകയാണ്, അദ്ദേഹത്തെ അവിടെ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ കാരണക്കാരായ മക്കയിലുള്ള മക്കാ മുശ്രിക്കുകൾ അവർ ധാരാളം വസ്തുവകകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ അമാനത്തായി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ ഈ ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ പലതും അതിൻ്റെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിരുന്നില്ല. മാത്രമല്ല ആരും അറിയാതെ, ആരെയും പ്രത്യേകമായി അറിയിക്കാതെ വളരെ രഹസ്യമായാണ് മക്കയിലുള്ള മുശ്രിക്കുകളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. ആ വേളയിൽ അദ്ദേഹം അലി ഇബ്നു അബി താലിബിനെ സ്വന്തം വീട്ടിൽ നിർത്തുകയും ഈ തന്നെ മക്കയിൽ നിന്ന് പുറത്താക്കിയ മക്കാ മുശ്രിക്കുകൾ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതായ ഈ വസ്തുവകകൾ ഓരോന്നും അതിൻ്റെ അവകാശികൾക്ക്, അതിൻ്റെ ഉടമകൾക്ക് നീ തിരികെ കൊടുക്കണം, തിരിച്ചേൽപ്പിക്കണം എന്ന് കൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വീട്ടിൽ നിർത്തുകയാണ് ചെയ്തത്. വലിയ പാഠമാണ് ഈ ഒരു സംഭവത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അദ്ദേഹത്തെ സ്വന്തം വീട് പോലും ഉപേക്ഷിച്ചു പോകാൻ കാരണക്കാരായ ആളുകൾക്ക് അവരുടെ വസ്തുവകകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് എടുക്കാമായിരുന്നു, ഏറ്റവും ചുരുങ്ങിയത് തിരികെ നൽകാതിരിക്കാമായിരുന്നു. പക്ഷേ എന്നിട്ടും അവർ കാരണത്താൽ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തു പോകുന്ന വേളയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ തന്നെ വിശ്വസിച്ചേൽപ്പിച്ച ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നത് പാലിച്ചുവെന്നും അതിനുവേണ്ടി 3 രാവുകളും 3 പകലുകളും മക്കയിൽ തന്നെ തങ്ങാൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ വലിയൊരു സംഭവമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസ്ലിമിനോടും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദിൽ അമാനത ഇലാ മനി തമനക് വലാ തഖുൻ മൻ ഖാനക്. നിന്നെ ഏതൊരുവൻ ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചുവോ ആ വിശ്വസിച്ചേൽപ്പിച്ച വിശ്വാസ്യത നീ കാത്തു സൂക്ഷിക്കുക. ആരാണോ നിന്നെ വിശ്വസിച്ചത് അവനെ ഒരിക്കലും നീ വഞ്ചിക്കരുത്. അവൻ നിന്നിൽ അർപ്പിച്ച ആ വിശ്വാസ്യത നീ കാത്തു സൂക്ഷിക്കുക. വലാ തഖുൻ മൻ ഖാനക്. നിന്നെ വഞ്ചിച്ചൊരു മനുഷ്യനെ ഒരിക്കലും നീ തിരിച്ചു വഞ്ചിക്കരുത് എന്ന വലിയൊരു പാഠം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്ക് വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുകയും ഒരിക്കലും തന്നെ ആരെയും വഞ്ചിക്കാതിരിക്കുകയും ചെയ്യുക. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ.